ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമാവുന്ന ചായക്കൊപ്പം നല്ല സൂപ്പറായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ഓണിയൻ എഗ് പലഹാരമാണ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും മിസ്സാകാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കണം. കൂടെ തന്നെ നമ്മുടെ ഈ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇത് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനിൽ ഓൾ കൂടി ഒന്ന് മറക്കാതെ പ്രസ് ചെയ്തേക്കണം. എന്നാൽ ശരി, നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു ബൗളൊന്നും എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഫസ്റ്റ് ചേർത്ത് കൊടുക്കേണ്ട കാര്യമാണ് ഒരു 2 സവാള ഞാനിപ്പോൾ ഒന്ന് നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതുപോലൊരു ഇടത്തരമായിട്ട് നമുക്കൊന്ന് നീളത്തിലൊന്ന് അരിഞ്ഞെടുത്താൽ മതിയാവും. അപ്പോൾ അത് ചേർക്കുകയാണ്. ഇതുപോലെ ഈ ഒരു അളവിൽ മാത്രമേ സവാള എടുത്തിട്ടുള്ളൂ. 2 മീഡിയം സൈസിലുള്ള സവാളയാണ്. സവാള ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് ഇതുപോലെ ഒരു 1/4 ഭാഗത്തോളം ക്യാബേജ് എടുത്തിട്ടുണ്ട് ഞാൻ. അതും ഇതുപോലെ തന്നെ ചെറുതായിട്ടൊന്ന് നീളത്തിൽ അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം. ഇത് രണ്ടും ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് നമ്മുടെ എരിവിനനുസരിച്ചിട്ടുള്ള പച്ചമുളകും കൂടി. ഞാനിപ്പോൾ ഒരു 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ വട്ടത്തിൽ അരിഞ്ഞെടുത്തിരിക്കുകയാണ്. അതും ചേർക്കുകയാണ്. നമുക്കിനിയിപ്പോൾ എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഒരു പച്ചമുളകും കൂടി കൂടുതൽ ചേർക്കാം. അതല്ല കുട്ടികൾക്കൊക്കെ ഉണ്ട്, അതിൻ്റെ പേരിൽ കുട്ടികൾക്ക് കുറച്ച് എരിവ് മതിയെങ്കിൽ ഒരേ ഒരു പച്ചമുളക് മാത്രം മതിയാവും. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതാണ്. അപ്പോൾ അത്യാവശ്യം ചെറിയൊരു പീസ് അളവിൽ ഇഞ്ചി എടുത്തിട്ട് ഇതുപോലെ ചെറിയ രീതിയിലൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇഞ്ചി പേസ്റ്റിനേക്കാളും നല്ലത് ഇതുപോലെ ചെറുതായിട്ടൊന്ന് ഇഞ്ചി അരിഞ്ഞിട്ട് ചേർക്കുന്നതാണ്. ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഇതുപോലെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കാം. അതുപോലെ തന്നെ നമ്മുടെ ഈ സവാളയ്ക്കും ആവശ്യമായിട്ടുള്ള ഒരല്പം ഉപ്പും കൂടി. ഇത് ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ നല്ലതുപോലെ ഇതൊന്ന് കൈവച്ചിട്ട് നമ്മളൊന്ന് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കണം. നമ്മുടെ സവാളയും അതുപോലെ തന്നെ നമ്മുടെ ക്യാബേജും എല്ലാം നല്ല രീതിയിലൊന്ന് കുഴഞ്ഞ് കിട്ടണം. ആ ഒരു രീതിക്ക് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. വെള്ളമൊന്നും ചേർക്കാതെ വേണം നമ്മൾ കൈവച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തൊന്ന് കുഴച്ചെടുക്കാനായിട്ട്. ഇതുപോലെ നന്നായിട്ട് നമ്മളെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കുഴച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ ഉള്ളിയെല്ലാം നല്ല രീതിയിൽ തന്നെ ഒന്ന് കുഴഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അതിലുള്ള വെള്ളമെല്ലാം ഒന്ന് പുറത്തേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിക്ക് വേണം നമ്മളൊന്ന് ചെയ്തെടുക്കാനായിട്ട്. ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടതാണ് ഒരു 1/2 കപ്പ് അളവിൽ കടലപ്പൊടിയും കൂടിയാണ്. അപ്പോൾ കട്ട എന്തെങ്കിലും ഉണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് അരിച്ച് വേണം നമ്മൾ എടുക്കാനായിട്ട്. അപ്പോൾ കടലമാവും കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1 സ്പൂൺ അളവിൽ അരിപ്പൊടിയും കൂടി നമുക്ക് ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ അതും ചേർക്കാം. കടലപ്പൊടിയും അരിപ്പൊടിയും നമുക്ക് പകുതി അളവിലും ചേർത്തിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് മസാലകളാണ്. 1 ടീസ്പൂൺ അളവിൽ മുളക് പൊടി ആവശ്യമായിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും കൂടി. കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം പൊടിച്ചതും കൂടി. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാല പൊടിയും കൂടി ആവശ്യമായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരല്പം മല്ലിയിലയും കൂടിയാണ്. ഇത് ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടത് നല്ല രീതിയിൽ വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ വെള്ളമൊന്നും ചേർക്കാൻ വേണ്ടി നിൽക്കരുത്. നല്ലതുപോലെ നമ്മുടെ ഉള്ളിലുള്ള വെള്ളമൊക്കെ ഉണ്ടാവും. ആ ഉള്ളിൽ ആ വെള്ളം തന്നെ ധാരാളം മതിയാവും. നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കുഴച്ചെടുക്കാം. നമ്മളിത് കുഴച്ചെടുക്കുമ്പോൾ ഈ ഒരു രീതിക്ക് വേണം ഉണ്ടാവേണ്ടത്. അതായത് അധികം വെള്ളമാകാൻ പാടില്ല, അതുപോലെ തന്നെ അധികം മാവും കൂടാൻ വേണ്ടി പാടില്ല. നമ്മളിതിലേക്ക് ഒരു അല്പം പോലും ഒരു തുള്ളി പോലും വെള്ളമൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. ഈ ഒരു രീതിക്ക് വേണം പ്രത്യേകിച്ച് ഇത് കിട്ടാനായിട്ട്. നന്നായിട്ട് വെള്ളം കൂടിപ്പോയാൽ ഇതിൻ്റെ ഉൾഭാഗമൊന്നും നല്ലതുപോലെ വെന്ത് കിട്ടില്ല. നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ ആ ഒരു ക്രിസ്മസിൽ കിട്ടില്ല. അതിൻ്റെ പേരിലാണ് എടുത്ത് ഞാൻ ഇത് പറയുന്നത്. അപ്പോൾ ഇതുപോലെ എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കുഴച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ്, ഞാനിപ്പോൾ ഇതുപോലെ ഒരു 2 മുട്ട നന്നായിട്ടൊന്ന് വേവിച്ചെടുത്തിട്ട് ഓരോ മുട്ടയും 4 പീസാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ്. നമുക്ക് ഇഷ്ടമുള്ളതുപോലെ കട്ട് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. ഇതിന്നും ചെറിയ പീസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം. ഇനി നമുക്ക് വേണ്ടത് ഇതിൽ നിന്നൊരല്പം മിക്സ് ഒന്ന് കയ്യിലേക്ക് എടുത്ത് വെക്കാം. ഒരുപാട് കനത്തിലെടുക്കരുത്, ഇതുപോലെ നല്ല തിന്നായിട്ട് വേണം എടുക്കാനായിട്ട്. അതിനുശേഷം ഓരോ മുട്ടയുടെ പീസും ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഇതേപോലെ തന്നെ ഒരല്പം മിക്സും കൂടി എടുത്ത് ഇതിന് മുകളിലേക്ക് വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് കവർ ചെയ്തെടുക്കാം. ഒരുപാട് ഷേപ്പ് ആക്കാൻ വേണ്ടി നിൽക്കരുത്. അതായത് നല്ലതുപോലെ കയ്യിലേക്ക് ഇട്ടിട്ട് നല്ല ബോളിൻ്റെ ഷേപ്പിലോ അല്ലാതെങ്കിൽ പുറം ഭാഗം നല്ല സ്മൂത്താക്കി എടുക്കാൻ വേണ്ടി നിൽക്കരുത്. എങ്കിൽ പിന്നെ ആ പുറം ഭാഗം കാണാനായിട്ട് അല്പം അങ്ങനെ നല്ല ഭംഗി ഉണ്ടാവില്ല. അതുപോലെ തന്നെ നമ്മുടെ ഉള്ളിയൊക്കെ നല്ലതുപോലെ വെന്തിട്ടേ ഉണ്ടാവുള്ളൂ.
നമുക്ക് പുറം ഭാഗമൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് വേണം കിട്ടാനായിട്ട്, അതിൻ്റെ പേരിലാണ്. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളത് എല്ലാം ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ നമ്മളെല്ലാം ഒന്ന് ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. ഫില്ല് ചെയ്തെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഉള്ളിയുടെ മിക്സ് തയ്യാറാക്കിയില്ലേ, അത് ഒരുപാട് സമയം അങ്ങനെ വെയിറ്റ് ചെയ്യാൻ വേണ്ടി വെക്കരുത്. എങ്കിൽ പിന്നെ വീണ്ടും ആ ഉള്ളിൽ നിന്ന് വെള്ളം വന്നിട്ട് നല്ലതുപോലെ ലൂസായി പോകും. അതിൻ്റെ പേരിൽ മാവ് കുഴച്ച ഉടനെ തന്നെ നമ്മൾ ഈ മുട്ടയെല്ലാം വെച്ചിട്ട് നന്നായിട്ട് ഇതുപോലെ എല്ലാം ഒന്ന് ഫിക്സ് ചെയ്തെടുക്കണം. ഇത്രയും ആയിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഒന്ന് എണ്ണ ചൂടാക്കി എടുക്കാം. അപ്പോൾ ഇതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുള്ള എണ്ണയെല്ലാം നല്ലതുപോലെ ഒന്ന് ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഓരോന്നായിട്ട് പതുക്കെ ഒന്ന് വെച്ച് കൊടുക്കാം. ഫസ്റ്റ് നമ്മളിത് ഇട്ട് കൊടുക്കുന്ന സമയത്ത് എണ്ണയെല്ലാം നന്നായിട്ടൊന്ന് ചൂടായിട്ടുണ്ടാവണം. അതിന് ശേഷം പിന്നീട് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ, മീഡിയം ഫ്ലെയിമിൽ നിന്ന് ഒരല്പം കൂടി കുറച്ച് വെച്ച് കൊടുത്തിട്ട് വേണം നമ്മളിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളി അതിൻ്റെ പേരിൽ തന്നെ പെട്ടെന്ന് പുറം ഭാഗമൊക്കെ കളറ് മാറി കിട്ടും, അകം വേഗാതെ കിട്ടും. നല്ലതുപോലെ തിക്കായിട്ട് നമ്മളിത് കോട്ട് ചെയ്തെടുക്കാൻ പാടില്ല. ലൈറ്റായിട്ട് മാത്രമേ ഇതിലേക്ക് കോട്ടിങ് കൊടുക്കാൻ പാടുള്ളൂ. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചേക്കണം. നമ്മളിപ്പോൾ ഇത് ഫ്രൈ ചെയ്യാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 5 മിനിറ്റോളം ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ ഫസ്റ്റ് ഒന്ന് ഹൈ ഫ്ലെയിമിലേക്ക് വെച്ചിട്ട് ഇതെല്ലാം ഒന്ന് ഇട്ട് കൊടുക്കണം. അതിനുശേഷം മീഡിയം ഫ്ലെയിമിൽ ഒരല്പം കുറച്ച് വെച്ചിട്ട് വേണം നമ്മളിതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് ഇനിയും കളറൊക്കെ വരുത്തിയിട്ട് നല്ലൊരു ബ്രൗൺ കളറിൽ എടുക്കാവുന്നതാണ്. പക്ഷേ ഞാനിപ്പോൾ ഈ ഒരു രീതിക്കാണ് ഇത് എടുക്കുന്നത്. ഇങ്ങനെ എടുക്കുമ്പോഴത്തേക്കും പുറം ഭാഗം ലൈറ്റായിട്ടൊരു ക്രിസ്പ്നെസ്സും അകം നല്ല സോഫ്റ്റായിട്ടും ഉണ്ടാവും. അങ്ങനെ കഴിക്കാനാണ് കേട്ടോ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് നമുക്കിത് കിട്ടുന്നത്. ഇതിൻ്റെ കൂടെ ഇനി സൈഡായിട്ട് പ്രത്യേകിച്ച് ഒന്നും നമുക്ക് ആവശ്യമില്ല. വേണമെന്നുണ്ടെങ്കിൽ ഒരു ടൊമാറ്റോ സോസോ അല്ലാന്നുണ്ടെങ്കിൽ നല്ല ചൂട് ചായയും മാത്രം മതിയാവും. ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് 2-3 പച്ചമുളകൊക്കെ ഇട്ടൊന്ന് എണ്ണയിലേക്ക് ഇട്ടിട്ടൊന്ന് വറുത്തെടുത്തിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഓണിയൻ എഗ് സ്നാക്കാണ്. ഉറപ്പായിട്ട് നിങ്ങൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടി എനിക്കൊന്ന് അറിയിക്കണം. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കും തയ്യാറാക്കി നോക്കണം എന്നുള്ളൊരു പ്രചോദനം ഉണ്ടാകുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. വീണ്ടും നാളെ 2 മണിക്ക് നല്ലൊരു ഉഷാറ് വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്.